അതിരപ്പള്ളി ആനക്കയം കുമ്മാട്ടിയിൽ കാട്ടാന റോഡിന് കുറുകെ മരം മറിച്ചിട്ടു. വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത്. വനംവകുപ്പ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, ആനയുടെ ഈ പരാക്രമം അതുകൊണ്ട് ഒട്ടേറെ ആളുകൾക്ക് പ്രശ്നമായി, ഗതാഗതം നിലച്ചു. അതെ, അതൊക്കെ ഇപ്പോൾ പരിഹരിച്ചുവെന്ന് തോന്നുന്നു. അനുജ, തുടർച്ചയായി ആനമല റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയാണ് ഈ കാട്ടുകൊമ്പന്മാർ. മദപ്പാടിലുള്ള കബാലി 15 മണിക്കൂറിലധികമാണ് കഴിഞ്ഞ ആഴ്ച ഈ മരം മറിച്ചിട്ടും റോഡിന് നടുവിലൊക്കെ നിന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയും സമാനമായ രീതിയിൽ ഒരു ആന റോഡിന് കുറുകെ മരം മറിച്ചിടുന്നത്. ആനക്കയം ഭാഗത്ത് കുമ്മാട്ടി എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ഈ മരം മറിച്ചിട്ടത്. രാവിലെ 7 മണിയോടുകൂടി റോഡിന് കുറുകെ ഈ മരം മറിച്ചിടുന്നു. പിന്നീട് അന്തർ സംസ്ഥാന പാത ആയതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അത് മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഷോളയാറിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ മരം മുറിച്ചു മാറ്റിയാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. തുടർച്ചയായി ഈ റോഡിൽ വന്യജീവികളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ യാത്രക്കാരടക്കം ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ചില യാത്രാ നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ റോഡിൽ ഒരു കലുങ്ക് പൊളിഞ്ഞതിനെ തുടർന്ന് വലിയ വാഹനങ്ങൾ ഒഴിവാക്കി ചെറുവാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ എണ്ണം കുറവായിരുന്നു എന്നുള്ളതാണ് ഇന്ന് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. അനുജ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.